പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് തന്നെയാണ്. അവിടെ 9 വയസ്സുകാരിയുടെ ചികിത്സാ പിഴവിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേർക്കെതിരെയാണ് നടപടി. ചികിത്സ സംബന്ധിച്ച പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വന്നതായി കണ്ടെത്തി. ജൂനിയർ റെസിഡന്റ് മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് സർഫറാസ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടിയുടെ കൈ നേരത്തെ മുറിച്ചു മാറ്റിയിരുന്നു. അതിനടക്കം വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. DMO നൽകിയ റിപ്പോർട്ട് പോലും ഡോക്ടറെ സംരക്ഷിക്കുന്നതായിരുന്നു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സംഘടനയും ഡോക്ടർമാർക്ക് പിന്തുണ നൽകുന്ന നടപടി തന്നെയായിരുന്നു. ഇപ്പോൾ സർക്കാർ പ്രാഥമിക അന്വേഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഇവർ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ഷിജോ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷിജോ, DMOയുടെ റിപ്പോർട്ട്, ഒപ്പം KGMOയുടെ നിലപാട്, ഇതെല്ലാം ആ ഡോക്ടർക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ആരോഗ്യ വകുപ്പ് ഈ 2 ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ടൊരു നടപടിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിന് വിശദാംശങ്ങൾ എന്താണ്? ജിൽഫി സൈഫു, നമുക്കറിയാം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്ന 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ DMO തലത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പൊ DMOയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഈ ഡോക്ടർമാർക്ക് ഒരു തരത്തിലുമുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല, കൃത്യമായിട്ടുള്ള മതിയായ ചികിത്സ തന്നെയാണ് ഡോക്ടർമാർ നൽകിയത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് DMO തലത്തിൽ നടത്തിയത്. എന്നാൽ അങ്ങനെയല്ല, കൃത്യമായിട്ട് ഈ കുട്ടിക്ക് പ്രോട്ടോകോൾ പ്രകാരം ചികിത്സ നൽകുന്നതിനകത്ത് ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുകയും ചെയ്തു. പാലക്കാട് ആശുപത്രിയിലെ 2 ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ മുസ്തഫ, ഡോക്ടർ സർഫറാസ്, ഈ 2 പേരെയും അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാർ തലത്തിലുള്ള ഒരു അന്വേഷണം നടക്കുകയും ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ നേരിട്ട് തന്നെ ഒരുപക്ഷെ ഈ സംഭവം വളരെ വിശദമായിട്ട് വീണ്ടും അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം DMO തന്നെ നിർദ്ദേശിച്ച ആ സംഘം അന്വേഷിച്ച കാര്യത്തിനകത്ത് ഡോക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല. ഇവരുടെ കുടുംബം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്ന പോലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, ആശുപത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ ഡോക്ടർമാരെ പൂർണ്ണമായിട്ടും വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് DMO തലത്തിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ അത് അങ്ങനെയല്ല. ഈ കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് സർക്കാരിന് കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം നമുക്കറിയാം, ഒരു സർക്കാർ ആശുപത്രിയിൽ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് അതിന്റെ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരം കൃത്യമായിട്ടുള്ള ചികിത്സ നൽകണം. പ്രഥമ ദൃഷ്ട്യാ ഈ 9 വയസ്സുകാരിക്ക് പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ നൽകുന്നതിനകത്ത് ഈ 2 ഡോക്ടർമാർക്കും, റെസിഡന്റ് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ മുസ്തഫയ്ക്കും ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസിനും പ്രഥമ ദൃഷ്ട്യാ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് സർക്കാർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 24-ാം തീയതി ഇങ്ങനെ കളിക്കുന്നതിനിടെ വീണ് കൈക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ വരുന്നു. അതിന് പിന്നാലെ ഈ ഒരു ജസ്റ്റ് പ്ലാസ്റ്റർ ഇട്ടൊക്കെ ആ കുട്ടിയുടെ പരിക്കിനെ ഗുരുതരമായ രീതിയിൽ കാണാതെ വന്ന ഡോക്ടർമാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സർക്കാരിന് ബോധ്യപ്പെട്ടു. പക്ഷെ എന്തുകൊണ്ട് DMO തലത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നതാണ്. അതിനടക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആരോഗ്യ ഭാഗത്തുനിന്ന് ഒരു ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാട് എന്തിന് ഇതിനകത്ത് DMOയും ഡോക്ടർമാരുടെ സംഘടനകളും സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. കാരണം 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റേണ്ട സംഭവത്തിനകത്ത് ആ കുടുംബത്തിന്റെ പ്രശ്നമല്ല, അത് ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള വീഴ്ചയാണ് എന്ന് കേരള പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആരോഗ്യവകുപ്പ് ഇത്തരമായിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള നടപടിയിലേക്ക് സൂചിപ്പിച്ചതുപോലെ പ്രഥമ ദൃഷ്ട്യാ ഇക്കാര്യത്തിൽ പ്രോട്ടോകോൾ വീഴ്ച ഉണ്ടായി എന്ന് എല്ലാവർക്കും സ്വാഭാവികമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ആ കുടുംബത്തിന്റെ പരാതിയോ കുടുംബത്തിന്റെ ആക്ഷേപമോ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് KGMOയും DMOയും സ്വീകരിച്ചത്. പക്ഷേ അതിന്റെ ഒരു വൈകാരിക തലം അല്ലെങ്കിൽ അതിന്റെ ഒരു മാനുഷിക തലം ആരോഗ്യവകുപ്പ് കണ്ടറിയുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നത്. പക്ഷെ കുറെ കൂടി വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഏതൊക്കെ തരത്തിലേക്ക് വീഴ്ച പോയിട്ടുണ്ട് എന്നറിയണം. മാത്രമല്ല സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ എന്ന കാര്യം ആലോചിക്കണം. അപ്പോൾ കുറെ കൂടി ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമെന്ന പ്രതീക്ഷയുണ്ടോ ഈ ഘട്ടത്തിൽ, ഷിജോ? ആരോഗ്യവകുപ്പിൽ അന്വേഷിക്കുമ്പോഴും ആരോഗ്യവകുപ്പ് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇതിപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ്. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് മാനുഷികമായിട്ടുള്ള വശങ്ങളുണ്ട്, കേരള പൊതുസമൂഹത്തിന്റെ വൈകാരികമായിട്ടുള്ള കുറേയധികം തലങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണുണ്ട്. അപ്പോൾ ഈ 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ആ കുട്ടിയുടെ ഒരു പിഴവ് കൊണ്ട് ഒരു വീഴ്ചയിൽ ഒരു പരിക്കേൽക്കുന്നു. ആ പരിക്കേറ്റ് ആശുപത്രികളിലാണ് ചികിത്സയ്ക്ക് വേണ്ടി വരേണ്ടത്. അപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ കുട്ടിക്ക് എന്തുകൊണ്ട് മതിയായ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ
പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ നൽകിയില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉയർന്നു വരും. അപ്പോൾ അവിടെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് പകരം ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാട്, അപ്പോൾ ആർക്കാണ് വീഴ്ച ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പോലും DMOയുടെ തലത്തിൽ പറയുന്നില്ല. അവിടെ ഡോക്ടർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ ആ കാര്യത്തിൽ നിന്നടക്കം കൃത്യമായിട്ടുള്ള അന്വേഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അത് സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട് എന്നുള്ള മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ്